സ്നേഹം നിറഞ്ഞ ഉസ്താദന്മാരെ, സഹോദര സഹോദരികളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തു റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ സംസാരിക്കുന്നു. റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഞാൻ മക്കയിൽ വെച്ച് കണ്ടു. ആ ചെറുപ്പക്കാരൻ ഏതാനും ചവിട്ടടി വെച്ചാണ് സലാത്താണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് ചൊല്ലുന്നത്. സാധാരണ തവാഫ് ചെയ്യുമ്പോൾ വാരിദായ ദിക്റുകൾ പറയാനുണ്ട്. ദിക്ർ ചൊല്ലിയിട്ടാണ് തവാഫ് തുടങ്ങുന്നത്. ഓരോ സ്ഥലത്തും ദിക്റുണ്ട്. അറഫയിൽ ദിക്റുണ്ട്, മിനായിൽ ദിക്റുണ്ട്, മുസ്തലിഫയിൽ ദിക്റുണ്ട്, മുസ്തലിഫയിൽ വിടുമ്പോഴുള്ള ദിക്റുണ്ട്, എല്ലാ ദിക്റുണ്ട്. പക്ഷേ ചെറുപ്പക്കാരൻ സലാത്താണ് ചൊല്ലുന്നത്. എന്തേ മോനെ, നീ ബോധത്തോടെ കൂടിയാണോ സലാത്ത് ചൊല്ലുന്നത്? ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ സുഫിയാൻ ഇബ്നു സൗരിയാണെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തേ മോനെ നീ എല്ലാവർക്കും സലാത്ത് ചൊല്ലുന്നത്? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ കൂടെയാണ് ഹജ്ജിന് വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ മക്കയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മാന്റെ വയറിന് അസുഖം ബാധിച്ചു. അവരുടെ മുഖങ്ങൾ ഇരുണ്ടു കറുത്തു കരിവാളിച്ചു പോയി. വളരെ പ്രയാസത്താണ് കൂടെ അവിടെ ഇരുന്നു. എൻ്റെ ഉമ്മാന്റെ മുഖം വിവരണമായി ആകെ തകരാറായി പോയി. എൻ്റെ ഉമ്മാന്റെ വയറിനാണെങ്കിൽ മാരകമായി അസുഖം ബാധിച്ചു പോയി. ഞാൻ അവിടെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മേഘവും ഇന്ന് തായോട്ട് വരികയാണ്. വന്നിട്ടോ സുന്ദരനായ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ടോ എൻ്റെ ഉമ്മാന്റെ പല്ലയിൽ എന്നിട്ട് അവരുടെ കൈ എൻ്റെ ഉമ്മാന്റെ പല്ലയുടെ മേൽ ഒന്ന് നടത്തി. എൻ്റെ ഉമ്മാന്റെ മുഖം ഒന്ന് തടകി. എൻ്റെ ഉമ്മാന്റെ അസുഖം മുഴുവനും മാറി. എൻ്റെ ഉമ്മാന്റെ പ്രയാസം മുഴുവനും മാറ്റിപ്പോയി. ആ മനുഷ്യൻ നടക്കുമ്പോൾ ഞാൻ ചോദിച്ചോ, നിങ്ങൾ ആരാണ്? എൻ്റെ ഉമ്മാന്റെ പ്രയാസം മാറ്റിപ്പോകുന്ന ആരാരെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുകയാണ്, അലനബീക മുഹമ്മദ്, ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാത്തിൽ സന്മാനമായി പ്രയാസം മാറ്റാൻ വന്ന നേതാവാണ്. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ അബൂബക്കർ സ്വഹൈബുൽ ഖമൂസ ഫൈറൂസാബാദി മഹാനവർകൾ എഴുതി വെച്ചതാണ്. ഞാൻ വായിച്ചപ്പോൾ ഇതുപോലെ 100 കണക്കിൽ സംഭവങ്ങൾ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിട്ട് ഹബീബിന്റെ സ്നേഹം കരസ്ഥമാക്കിയിട്ട് അപ്പോൾ പ്രേമം എന്താണെന്ന് അറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. ഇത്ര പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു.